നിഖിൽ, കഴിഞ്ഞ 3-4 ദിവസങ്ങളായി സഞ്ജുവിനെയും KCയെയും ചുറ്റിപ്പറ്റി വിവാദങ്ങളുടെ പെരുമഴയാണ്. എന്താണ് കേരള ക്രിക്കറ്റിൽ സംഭവിക്കുന്നത്? കൃഷ്ണരാജ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അതായത് ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട ടീമിന്റെ ചർച്ചകൾ നടക്കുന്ന അവസരം മുതലാണ് ഇതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ, ചില വാർത്തകളൊക്കെ വന്നു തുടങ്ങിയത്. ആദ്യം ചില ഓൺലൈൻ മീഡിയകളിലായിരുന്നു വാർത്ത, പിന്നീട് ആ വാർത്ത വലുതാകുന്നു, പിന്നീട് അത് വലിയ ചർച്ചകളിലേക്കൊക്കെ പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ അവസരത്തിൽ തന്നെ നമ്മൾ കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി KCA സെക്രട്ടറിയുമായി വിനോദുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം നേരിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അതായത് ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പുണ്ടായത് വിജയ് ഹസാരെ ട്രോഫി, ഈ സഞ്ജുവിനെ ഇന്ത്യൻ ടീമിലേക്ക് വരുന്നതിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നത് ഈ ഒരു വിജയ് ഹസാരെ ട്രോഫിയിൽ സഞ്ജു കളിക്കാൻ തയ്യാറല്ല എന്ന് വന്നൊരു പ്രതികരണമാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രതികരണമാണ്. എന്നാൽ ഇതിന്റെ ഒരു സത്യാവസ്ഥ തേടിയാണ് നമ്മൾ KCയുമായി ബന്ധപ്പെട്ടത്. KCയുമായി ബന്ധപ്പെട്ടപ്പോൾ KCA സെക്രട്ടറി തന്നെ നമ്മൾ നേരിട്ട് പറഞ്ഞത്, സഞ്ജു ഈ ഒരു വിജയ് ഹസാരയ്ക്ക് മുമ്പുള്ള ടീമിന്റെ ക്യാമ്പിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് സഞ്ജുവിനെ ബന്ധപ്പെട്ടപ്പോൾ സഞ്ജു ഈ ക്യാമ്പിലേക്ക് ഉണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്നാണ്. അതായത് താൻ വിജയ് ഹസാരെ ട്രോഫിക്ക് ഉണ്ടാവില്ല, തന്നെ ക്യാമ്പിലേക്ക് ഉൾപ്പെടുത്തണ്ട എന്നാണ് സഞ്ജു ആദ്യം തന്നെ അറിയിച്ചത്. അപ്പോൾ അതിന്റെ പ്രകാരം തന്നെ വിജയ് ഹസാരെ ട്രോഫിക്കുള്ള കേരള ടീം ആ ഒരു ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ താരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തുന്നു. സഞ്ജുവിനെ ഒഴിവാക്കി നിർത്തി. സഞ്ജു ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ വ്യക്തമായി തന്നെ ചോദിച്ചപ്പോൾ സഞ്ജു കാരണമൊന്നും പറഞ്ഞില്ല എന്ന് KCA സെക്രട്ടറി തന്നെ പറയുകയുണ്ടായി. അതായത് സഞ്ജു വ്യക്തമായ കാരണമൊന്നും പറഞ്ഞില്ല, താൻ വിജയ് ഹസാരെ ഇതിനുള്ള ക്യാമ്പിലേക്ക് ഉണ്ടാവില്ല എന്നൊരു കാര്യം മാത്രം, ചില പേഴ്സണൽ കാരണങ്ങൾ എന്നാണ് പറഞ്ഞത്, ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. KCയുടെ ഭാഗത്തുനിന്ന് ചോദിച്ചപ്പോൾ അത് എന്താണ് നമ്മൾ കാരണം തിരക്കിയില്ല. കാരണം അദ്ദേഹത്തിന് നാഷണൽ ഡ്യൂട്ടി ഉണ്ട്, രാജസ്ഥാൻ റോയൽസുമായി അദ്ദേഹത്തിന് കരാറുണ്ട്, മറ്റു പല കാര്യങ്ങൾ, ചില പരസ്യ കമ്പനികളുമായി കരാറുണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ടാവാം. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായി അന്വേഷിച്ചില്ല. സഞ്ജു ഉണ്ടാവില്ല എന്ന് മാത്രം പറഞ്ഞു. അതുകൊണ്ട് മറ്റു താരങ്ങളെ തങ്ങൾ പരിഗണിക്കുകയായിരുന്നു ക്യാമ്പിലേക്ക് എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, സച്ചിൻ ബേബി എന്ന് പറയുന്ന സീനിയർ താരം, സച്ചിൻ ബേബിക്ക് പരുക്കാണ്, കഴിഞ്ഞ കുറച്ച് നാളുകളായി പരുക്കാണ്. വരാനിരിക്കുന്ന രഞ്ജി സീസണിന് വേണ്ടി സച്ചിൻ ബേബി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് പൂർണ്ണ ക്ഷമതയോടെ, ആരോഗ്യക്ഷമതയോടെ, കായികക്ഷമതയോടെ രഞ്ജി ട്രോഫിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അങ്ങനെ സച്ചിൻ ബേബിയും സഞ്ജു സാംസണും ഇല്ലാത്തതിന്റെ പശ്ചാത്തലത്തിൽ യുവതാരങ്ങളെ ഉൾപ്പെടുത്തിയ ഒരു ടീം വിജയ് ഹസാരയ്ക്ക് വേണ്ടി തയ്യാറാക്കുക എന്നതായിരുന്നു KCയുടെ മുമ്പിൽ പിന്നുണ്ടായിരുന്ന ഓപ്ഷൻ. വിഷ്ണു വിനോദിനെ പോലും ആ ഒരു ടീമിൽ നിന്ന് ഒഴിവാക്കി നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പോലും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പൂർണ്ണമായും യുവതാരങ്ങളെ ഉൾപ്പെടുത്തി വിജയ് ഹസാരയ്ക്ക് കേരള ടീമിനെ പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപിച്ച് ടീം തയ്യാറായി. മത്സരങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ മുൻപ് മാത്രമാണ് സഞ്ജു മറ്റൊരു മെയിൽ കൂടി അയക്കുന്നു, KCയെ ബന്ധപ്പെടുന്നു. താൻ വിജയ് ഹസാരെ ടൂർണമെന്റിന് തയ്യാറാണ്, അതിൽ കളിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അത് മത്സരത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ്. അപ്പോൾ KCA പറഞ്ഞത്, അതായത് കുറച്ച് താരങ്ങളെ, അതായത് സീനിയർ താരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ യുവതാരങ്ങളെ ഉൾപ്പെടുത്തിയ ഒരു ടീമാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒപ്പം ടീമിനെ ഓൾറെഡി നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു, ഇനി അതിൽ കാര്യമായ മാറ്റം വരുത്തേണ്ട എന്നാണ് KCയുടെ തീരുമാനം എന്ന് സഞ്ജുവിനെ അറിയിക്കുകയും ചെയ്തു. ആ ഒരു കാര്യം അതോടുകൂടി തീർന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ ആദ്യത്തെ ഇമെയിൽ പരാമർശിക്കാതെ രണ്ടാമത്തെ ഇമെയിൽ മാത്രം വെച്ചുകൊണ്ട് ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത വരുന്നു. പിന്നീട് അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നു. അങ്ങനെയാണ് കാര്യങ്ങളിലേക്ക് വരുന്നത്. എന്നാൽ ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിലും ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് സെലക്ഷൻ കമ്മിറ്റിയിലെ ഗംഭീർ ഇപ്പോൾ സഞ്ജുവിനെ ബാധിച്ചപ്പോൾ മറ്റു താരങ്ങൾ, അഗർക്കർ അടക്കമുള്ള ചീഫ് സെലക്ടർ അടക്കമുള്ള ആളുകൾ ഋഷഭ് പന്തിന് വേണ്ടി ബാധിച്ചതിനാലാണ് സഞ്ജുവിന് എന്തായാലും ഈ ഒരു സ്ഥാനം നഷ്ടമായത് എന്ന് പറയുന്നുണ്ട്. ഗംഭീർ സഞ്ജുവിന് വേണ്ടി വാദിച്ചുവെങ്കിൽ സഞ്ജു അവിടെ ഉണ്ടായിരുന്നു, അതായത് KCA ഒരു തടസ്സമായിരുന്നില്ല സഞ്ജുവിനെ പരിഗണിക്കാൻ എന്നല്ലേ? പിന്നെന്തിനാണ് ഈ വിവാദം? തീർച്ചയായും കൃഷ്ണരാജ്, കാരണം ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള 2020 ടീമിൽ അടക്കം സഞ്ജു ടീമിലുണ്ട്. കാരണം ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള 2020 ടീം പ്രഖ്യാപിച്ചപ്പോൾ നേരത്തെ മുൻപ് ഇന്ത്യയുടെ 2020 ടീമുകളൊക്കെ അല്ലെങ്കിൽ മത്സരം ടീം പ്രഖ്യാപിക്കുമ്പോൾ സഞ്ജു ഉണ്ടോ നമ്മൾ പ്രത്യേകം നോക്കാറുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. കഴിഞ്ഞ തുടർച്ചയായുള്ള ആ ഒരു 2020 മികച്ച പ്രകടനം കൊണ്ട് തന്നെ സഞ്ജു സാംസൺ ഇന്ത്യയുടെ ഒരു 2020 ടീമിൽ സ്ഥിര സാന്നിധ്യമായി, തുടർച്ചയായ സെഞ്ചുറികൾ അടക്കം നേടിക്കൊണ്ട് ഇന്ത്യൻ ടീമിൽ 2020 ടീമിൽ സ്ഥിര സാന്നിധ്യമാണ്. അപ്പം ഇംഗ്ലണ്ടിനെതിരെ ഇപ്പോൾ തൊട്ടടുത്ത് നടക്കാൻ പോകുന്ന ആ ഒരു പരമ്പരയിൽ പോലും സഞ്ജു ടീമിലുണ്ട്. അപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഗൗതം ഗംഭീർ സഞ്ജുവിനായി വാദിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ KCA ഒരു തടസ്സമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ KCAയെ ബന്ധപ്പെട്ടപ്പോൾ KCA സെക്രട്ടറിയും ബാക്കി KCA ഭാരവാഹികൾ പലരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവരോടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ KCA ഒരു തടസ്സമാണ് എന്ന് എനിക്ക് തോന്നിയില്ല. ഒപ്പം തന്നെ ഈ ഒരു BCCയുടെ മുന്നിൽ വരെ സഞ്ജുവിന്റെ പേരെത്തി. ഒരിക്കലും വിജയ് ഹസാരെ കളിക്കാത്തത് കൊണ്ട് ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കില്ല എന്നൊരു ക്രൈറ്റീരിയ എന്തായാലും. ശരി, ഞാൻ നിഖിലിലേക്ക് വരാം.